Hey guys, in this video I'm gonna show you how you feel as an average second year MBBS student, and let me show you some funny experimental incidents happened in my laboratories and how my life is going here. So let's start from my sleep itself, okay? ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് കിടിലൻ വ്ളോഗായിരുന്നു. കിടിലൻ പറഞ്ഞ അടിപൊളി വ്ളോഗാണ് നമ്മൾ ചെയ്യാൻ പോണത്. അതിനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് കട്ട് ചെയ്തിട്ട് വീക്ക് ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ പോണത്. ഗായ്സ്, വീക്ക് ഇൻ മൈ ലൈഫാണ് ഗായ്സ്. അപ്പോൾ ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ലെറ്റ്സ് ഗോ. ഇപ്പോൾ സമയം എത്രയുണ്ട്? 7:45. അതായത് ഇനി ആകെ 10 മിനിറ്റ് തികച്ചില്ല എനിക്ക് ക്ലാസ് പോകാൻ. അപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് കുളിച്ച് മറ്റേ ജിഗ്നി തുട്ടുക്ക് കയറി കോളേജിൽ എത്തണം. അപ്പോൾ അത്രയും പണിയുണ്ട്. കാരണം എൻ്റെ ഒപ്പം കുറേ ആൾക്കാർ അവിടെ ഒഴുകി പോയി കഴിഞ്ഞപ്പോൾ അപ്പോൾ നമുക്ക് വേഗം കോളേജിൽ എത്താമെന്ന് പറയാം. ഓക്കെ, അങ്ങനെ എന്താ നമ്മുടെ പരിപാടി ഫുള്ള് കഴിഞ്ഞു. ക്ഷമ ഒന്ന് എന്തായിരുന്നു ഫുഡ്? ഇന്ന് നല്ല നൂഡിൽസ് ഉണ്ടായിട്ടുണ്ട്. നൂഡിൽസ് ദോശയല്ലേ ഇടുന്നു? പള്ളി മറിക്കാണ്. ഇന്ന് ദോശയായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാൻ കഴിച്ചതാ. കാരണം ഞാൻ ലേറ്റ് ആയത് നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഇവിടെ കേക്ക് ഉണ്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു ഇന്നലെ, അതിൻ്റെ കേക്ക് ഉണ്ടായിരുന്നു. തൽക്കാലം അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. അല്ലെങ്കിൽ കോളേജിൽ പോയിട്ടുണ്ടല്ലോ, വിശപ്പ് സഹിക്കൂല, അതുകൊണ്ടാണ്. ഇത് ഭയങ്കര രാജകീയമായിട്ടോ. ആശിക്ക് പുറത്തായിട്ട് എന്താ ആശിക്ക സ്ഥലമല്ലേ? വിഷ്ണു, നമ്മുടെ കോളേജിൽ എത്തിയിട്ടാ. എത്തിയപ്പോൾ കുറച്ച് സമയം ലേറ്റായി, പക്ഷെ സീനില്ല. അപ്പോൾ അവനും കാളിയില്ല. ഇപ്പോൾ കയറിയത് എവിടേക്കാറില്ല, ജെൻപാറ്റ് ലാബിലേക്കാണ്. ഇന്ന് എനിക്ക് മേജറായിട്ട് 4 സബ്ജക്റ്റ് ഉണ്ട്. അതായത് ജനറൽ പത്തോളജി ലബോറട്ടറി, സർജറി, ഫാർമക്കോളജി ലെക്ചർ, ഫാർമക്കോളജി ലാബ്, അങ്ങനെ 4 സബ്ജക്റ്റ് ഉണ്ട്. അതിൽ ജനറൽ പത്തോളജിയുടെ ജെൻപാറ്റിൻ്റെ ലാബാണ് ഫസ്റ്റത്തെ പീരീഡ്. അതാണ് എനിക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ജെൻപാറ്റിൻ്റെ ലബോറട്ടറി ക്ലാസ്സിൻ്റെ മുമ്പിലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഉള്ളിൽ കയറിയിട്ട് റിവ്യൂ ചെയ്യാം. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനിടയിൽ പോയിട്ട് ഒരാളെ നല്ല നൈസിൽ വിളിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് റിവ്യൂ കാണിച്ചു തരാം. ഫ്രീ അല്ലേ? അപ്പോൾ മൈക്രോസ്കോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ID കാർഡ് കൊടുക്കണം. നമുക്ക് വേണ്ടിയിട്ടുള്ള ഹിസ്റ്റോളജി സ്ലൈഡ്സ് ഒക്കെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് അമലാണ്. ഇന്ന് ടോട്ടലി നമുക്ക് മൂന്ന് ടോപ്പിക്കാണുള്ളത്. ലിവർ ഉണ്ട്, കിഡ്നി ഉണ്ട്, ഗോൾ ബ്ലാഡർ ഉണ്ട്. അപ്പോൾ നമുക്ക് അമൽ ഏതോ നോക്കണം, നമുക്ക് പോയി നോക്കി നോക്കാം ഏതാ റിവ്യൂ ചെയ്യുന്നത്. അമൽ ഇത് നോക്കണം. ഞാൻ ലിവറാണ് നോക്കുന്നത്. ഏതാ പോർട്ടൽ സിറോസിസ് കിട്ടുക, ഫീച്ചേഴ്സ് കിട്ടുക. ഇതൊക്കെ സിറോട്ടിക് നൂഡിൽസ് ആണ്. സിറോട്ടിക് നൂഡിൽസ് ഇവനാണ് നമ്മുടെ പഠിപ്പി ഗൈസ്. ഈ കുറേ ബ്ലൂ ഡോട്ട്സ് ഉണ്ടോ? അതൊക്കെ ലിംഫോസൈറ്റ് ഇൻഫിൽട്രേഷൻ ആണ്. ഈ പോർട്ടൽ സിറോസിന്റെ മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫൈബർ സെപ്റ്റയിൽ ഭയങ്കര ലിംഫോസൈറ്റ് ഉണ്ടാവും. പിന്നെ സിറസ് നൂഡിൽസ് ഉണ്ടാവും. വട്ടങ്ങളൊക്കെ സിറോസിസ് നൂഡിൽസ് ആണ്. ആ നൂഡിൽസിനെ ഡിവൈഡ് ചെയ്തതാണ് ഈ ഫൈബർ സെപ്റ്റ. ആ ഫൈബർ സെപ്റ്റയിൽ ഫുള്ള് ലിംഫോസൈറ്റ്സ് ഉണ്ടാവും. അതാണ് അതിൻ്റെ ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞു.
അപ്പൊ എല്ലാം മനസ്സിലായ പോലെ നിനക്കല്ല ശരിക്ക് മനസ്സിലായി. മനസ്സിലായി എല്ലാം മനസ്സിലായിട്ടുണ്ട്. അപ്പോ ഇങ്ങനെയൊക്കെ ഇതൊക്കെ കേട്ടോ മനസ്സിലായി. എനിക്ക് മനസ്സിലായി. ശരിക്കും മനസ്സിലായി. നൃത്തം കണ്ടാണ് മനസ്സിലായത്. ഇങ്ങനെയാണ് ഇവിടുത്തെ ഓരോ സ്ലൈഡ്സ് റിവ്യൂ ഉണ്ടത്. അപ്പോൾ ഇതുപോലത്തെ ഒരു 50-നടുത്തുണ്ട് നമുക്കിപ്പോൾ റിവ്യൂ ചെയ്യാൻ. ഇതെല്ലാം കൂടി ഒരു എക്സാം വരും. എക്സാം എങ്ങനെ പറഞ്ഞു കൊടുത്താൽ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. മൂവിങ് എക്സാം ആണ്. നമ്മൾക്ക് 2 സ്ലൈഡ്സ് ഓരോ സ്റ്റേഷനിൽ വെച്ചിട്ടുണ്ടാവും. 30 സെക്കൻഡ് ഉണ്ടാവും. നമ്മളാണെങ്കിൽ മൈക്രോസ്കോപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് 2 സ്ലൈഡ് റിവ്യൂ ചെയ്ത് പേര് എഴുതിയിട്ട് മൂവ് ചെയ്ത് പോകണം. സിമ്പിൾ. 30 സെക്കൻഡിൽ 2 സ്ലൈഡ് നമ്മൾ റിവ്യൂ ചെയ്യും. അതാച്ചാലോ ഇവിടെ ഇങ്ങനെ വെക്കും. എല്ലായിടത്തും ഓരോ സ്റ്റേഷനായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കും ഓരോ മൈക്രോസ്കോപ്പ്. എന്നിട്ട് നമ്മൾ ഓരോ 30 സെക്കൻഡിൽ വേഗം പോയിട്ട് നോക്കിയിട്ട് ഇത് ഐഡന്റിഫൈ ചെയ്യണം. ഓരോന്ന് ഇത് വേഗം ഐഡന്റിഫൈ ചെയ്ത് ഇങ്ങനെ പോകണം. അതുകൊണ്ട് തന്നെ മാർക്ക് ഭയങ്കര അറ്റ് എൻഡ് ഓഫ് ദ ഡേ എല്ലാവരും തോറ്റിട്ടുണ്ടാവും. അത് സ്വാഭാവികമാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഒരു ടാബ് ഒരു ബുക്ക് കൊടുത്ത കഷ്ടപ്പാടെന്ന് പറഞ്ഞേ. സഫറിന്റെ ഒരു കഷ്ടപ്പാടേ. അമലിന് എത്ര വലിയ പഠിപ്പിന്ന് പറയാം അല്ലേ? ഓക്കെ പറയാം. അമലിന് ഏകദേശം അത്ര അടുത്തുള്ള പഠിപ്പെത്തി. ശാസ്ത്രി ഉണ്ടായിരുന്നു അവിടെ. ക്യാമറമാൻ മാറിയോ? ഓ പ്ലാൻ ഉണ്ടായിരുന്നോ? അവനൊന്നും അറിയത്തില്ല. അവൻ ചുമ്മാ എടാ എന്റെ അഭിനയം കൊള്ളാം. ന്യൂട്രോഫിൽ അല്ലേ ലിംഫോസ് അയച്ചടാ നേരത്തെ പറഞ്ഞില്ലേ? ആ ഏതോ എക്സാമിന് പാസ്സായിക്കണു. അപ്പൊ ശരി, ഓക്കെ നമുക്ക് ഇനി അടുത്തേക്ക് കാണാം. ഓക്കെ, അങ്ങനെ ജൻപാത്ത് ലാബ് കംപ്ലീറ്റ് ആയിരിക്കാണ്. അപ്പോൾ 9:30 ജൻപാത്ത് ലാബ് കംപ്ലീറ്റ് ആയത്. അപ്പോൾ 9:30 മുതൽ 10 മണി വരെ നമുക്ക് ഇനി ഫ്രീ ടൈമാണ്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ അല്ലേ ബാക്കിൽ നിന്നിട്ട് കാട്ടുന്നുണ്ടെന്ന് വെച്ചാൽ അവർ നമ്മുടെ ഈവനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫാർമ ലാബിൽ നമുക്ക് PPT പ്രസന്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഹലോ യൂട്യൂബർ. ഓക്കെ ഇതാ വരുന്നു. അപ്പോൾ എനിക്കില്ലേ ശരിക്കും ചെയ്യാനുള്ളത് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്. എനിക്കില്ലേ ചെയ്യാനുള്ളത് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ആണ് ഞാൻ പ്രസന്റ് ചെയ്യേണ്ട ടോപ്പിക്. അപ്പൊ അത് ഞാൻ കാണാപ്പാടം പഠിച്ചിട്ടില്ല. ഓക്കെ, എന്തായാലും ഞാൻ എനിക്കുള്ളത് പഠിക്കട്ടെ. എലീസ പറയ്. എലീസ ബ്യൂട്ടീഷ്യൻ ആണ്. ഇതാണ് നമ്മുടെ ശാസ്ത്രൂട്ടി. ഇങ്ങനെ തന്നെ ഈ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ ശാസ്ത്രി തൊട്ട് കോളേജിൽ ഈ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കമന്റ് ചെയ്തു. അത് ശരിയാട്ടോ. ചെയ്യൂലേ? എത്ര? 10,000 വ്യൂ കിട്ടിയാല് ശാസ്ത്രിനെ വരും. ഓക്കെ, On the CT scan, your binary liver abscess. There's a collection right there at the there's pain. അങ്ങനെ നമ്മുടെ സർജറിയുടെ ക്ലാസ് ഫിനിഷായി. ഒരു 11:30 ആയപ്പോഴത്തേനും ഫിനിഷായിട്ടോ. 10 മണി മുതൽ 11:30 ആയപ്പോഴത്തേനും നമ്മുടെ ക്ലാസ് ഫിനിഷായി. ഇപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ ടൈമാണ്. അല്ല എന്താ ഫുഡിന് ഇന്നത്തെ കിടിലം മെനു കേട്ടാ. നമ്മൾ പോയാണ്ടല്ലോ നമുക്ക് കണ്ണിക്കുള്ളിറക്കെ കഴിക്കാനുള്ള അത്ര അടിപൊളി ഭക്ഷണമാണ്. എന്താണ് പുളിയോത്തര റൈസ് ആവില്ലേ? പുളിയോത്തര റൈസ്, ചപ്പാത്തിന്റെ കുഴപ്പമില്ല. പിന്നെ ബ്ലാക്ക് ചന്ന മസാല. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോണ്ടല്ലോ നമ്മുടെ ക്ലാസ്മേറ്റ് ആമി വരുന്നുണ്ട് ഫുഡൊക്കെ ആയിട്ട്. എന്താ ഫുഡിലേക്ക് കാണിച്ചു തരാം. ഫുഡ് കാണിച്ചു കൊടുത്താ അല്ല ബ്ലാക്ക് ചന്ന മസാല അല്ലേ? കഴിച്ചു നോക്കിയോ? ഇല്ലല്ലോ, വേണ്ട, ഞാൻ അവിടെ പോയി ട്രൈ ചെയ്തോളാം. അവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഓക്കെ ഡി, ബൈ. അയ്യോ, നമ്മളിവിടുത്തെ ചെറിയ കുട്ടി. ഹലോ, ചെറിയ കുട്ടികളാണ്. ശരിക്കും പറഞ്ഞാലേ ഇവിടെ എന്താ അറിയില്ല, കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കുറേ കോസ്റ്റ്യൂമൊക്കെ ആയിട്ട് നടക്കുന്ന കുറേ കുട്ടികളെ കാണാൻ പറ്റും. എൻ്റെ പരിപാടിന് സത്യം പറഞ്ഞാൽ എനിക്ക് പ്രോഗ്രാമിൻ്റെ നെയിമൊന്നും അറിയില്ല, പക്ഷെ കുറച്ച് ദിവസമായിട്ട് ഞാൻ കാണുന്നു. അതുപോലെ തന്നെ ഇവിടെ കുറേ ഡാൻസിൻ്റെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഞാൻ കണ്ടിരുന്നു കുറേ കുട്ടികൾ ഡാൻസ് ചെയ്യുന്നതും. രാത്രി വരെ ഉണ്ടായിരുന്നു, അതായത് ഉച്ച മുതൽ രാത്രി വരെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മളിവിടെ ഫുഡ് കോർട്ടിന് അവിടെ തരായി. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ഓഫാക്കാൻ ഉണ്ട്, കാരണം അതുപോലെ തന്നെ വീഡിയോ എടുക്കാൻ എനിക്കൊരു ചമ്മലാണ്. അപ്പോൾ ഞാൻ ഫുഡിൻ്റെ വീഡിയോ കാണിച്ചു തരാം, പക്ഷെ അത് ഞാൻ വ്ളോഗൊക്കെ എടുക്കൂല. ഓക്കെ, ഇതല്ലേ ചെന്ന? മറ്റേതെന്താ അപ്പുറത്ത് വേറെ സാധനം? സാമ്പാർ റൈസ്. ഈ ജന്മത്തിൽ കഴിച്ചിട്ടുണ്ടോ ഈ? ആ,
പുളിയോദര ഭക്ഷണം കഴിച്ച ഒരു വ്യക്തിയുടെ അഭിപ്രായം ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു മക്കളെ? സൂപ്പറാണ്. ശരിക്കും സാമ്പാർ റൈസും പിന്നെ ഈ ചനാവും പൊട്ടറ്റോയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കണം. അപ്പൊ നമ്മൾ ഒന്നിന്റെ ടേസ്റ്റ് അറിയും. വേറൊരു ടേസ്റ്റ്. എങ്ങനെയുണ്ടായിരുന്നു പുളിയോദര റൈസ്? കുഴപ്പമില്ല, കഴിക്കാം. ടേസ്റ്റ് ഇല്ല. ടേസ്റ്റ് ഇല്ലല്ലേ? ഒന്നും പറയാനില്ല. റോക്കൻഷെയറിൽ വർക്ക് ചെയ്യാത്ത ബൊട്ടാനിക്കൽ ഗാർഡനാണ് നിങ്ങൾ കാണുന്നത്. വെള്ളം ഒഴുകില്ല, വെള്ളം വേസ്റ്റ് ആവുന്നില്ല. ഓ എന്തായാലും സിസ്റ്റം തന്നെ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഫുഡ് കഴിച്ചിട്ട് നമ്മളെ വയറൊക്കെ നിറഞ്ഞിരിക്കാൻ നല്ല കിടിലം ഫുഡ് ആയതുകൊണ്ട് വയറ് നിറച്ച് കഴിക്കാൻ പറ്റി. അങ്ങനെ നമ്മൾ ഇപ്പോൾ പോകുന്നത് ക്ലാസ്സിനാണ്. ഫാർമക്കോളജി ലെക്ചറിനാണ്. ഫാർമക്കോളജി ലെക്ചറിൻ്റെ ഡോക്ക് വന്നിട്ടില്ല, സേഫാണ്. ഈ ക്ലാസ് അല്ല, അപ്പർ ക്ലാസ്സാണ്. ഡോക്ക് വന്നിട്ടില്ല സേഫാണ്. ക്ലാസ് തുടങ്ങിയിട്ടാണ് ഫാർമക്കോളജി ലെക്ചർ തുടങ്ങി. എൻ്റെ ലെക്ചർ എന്ത് ചെയ്യാൻ കാണിച്ചു തരാം. Arun, steady. Act. മക്കളെ ക്ലാസ് ആണ് കേട്ടോ, ക്ലാസ് ആണ്. ബോധം വേണം. കിടന്നു. പിന്നെ ഇത് നമ്മൾ ലീഡറാണ്. ലീഡർ ഇങ്ങനെ നടക്കും. ഇപ്പോൾ സമയം 4:29. നമ്മുടെ പ്രസന്റേഷൻ ടൈമായി. ഇത്ര നേരം ഡോക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഡോക്ക് പറഞ്ഞ് ഒരു 10 മിനിറ്റ് സമയം തരാം, അതിനുള്ളിൽ നമ്മൾ ലാപ്ടോപ്പിനോട് വെച്ചിട്ട് പ്രസന്റേഷൻ ചെയ്യാനുള്ള ഫുൾ കാര്യങ്ങൾ സെറ്റാക്കാൻ വേണ്ടി പറഞ്ഞിട്ട് എലീസും സാധുവിടെ നിന്നിട്ട് ലാപ്ടോപ്പ് കളിയോടെ വെക്കാണ് പ്രസന്റേഷന് വേണ്ടിയിട്ട്. എനിക്കുള്ള മെയിൻ പണി എന്താണെന്ന് വെച്ചാൽ ഈ സാധനം ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ആണ് ഞാനെടുത്ത ടോപ്പിക്. അപ്പോൾ ഈ ടോപ്പിക്കിൽ എന്ത് ചെയ്യുക, ഈ ടോപ്പിക്ക് കറക്റ്റായിട്ട് ഈ ടാബ് അവിടെ വെക്കുക, അതിൽ നോക്കി കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ടോപ്പിക് ബാക്കിൽ നിൽക്കുന്നുണ്ട്. ഷാസാണ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷന് ശേഷം നെക്സ്റ്റ് ഉള്ളത് എൻ്റെ ടോപ്പിക്കാണ് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്. അതിനുശേഷം എലീസ് ചെയ്യും. അങ്ങനെ ചെയ്യാം. എന്തായാലും ഞാൻ ഇപ്പോൾ തുടങ്ങാൻ പോവാണ്. ഓക്കെ. Tension. The family history shows that her mother is diabetic and is on thyroid medications. Now moving on to physical examination, all the vital signs were normal. Afna. Let's explore the patient's differential diagnosis. അപ്പോൾ നമ്മൾ പ്രസന്റേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മുടെ പ്രസന്റേഷൻ അടിപൊളിയായി സാറ് പറഞ്ഞു. ഡോക്ടറിന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് നമ്മുടെ പ്രസന്റേഷൻ. ഇഷ്ടപ്പെട്ടോ? താങ്ക് യു. എനിക്കും പഠിക്കോ? ഇല്ല. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഫിസിക്കൽ ഡയഗ്നോസിസ് എക്സാമിനേഷൻ്റെ ക്ലാസ്സിലാണ്. അതായത് ഇന്ന് സ്ഫിഗ്നോമേനോമീറ്റർ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് പഠിക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും ഒരു വട്ടം ട്രൈ ചെയ്ത് കഴിഞ്ഞ് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാനത് കിടിലായിട്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ സ്ഫിഗ്നോമേനോമീറ്റർ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ പേഷ്യൻ്റ് ആയിട്ടുള്ള ആരാണ് സഫറാണ്. അപ്പോൾ എങ്ങനെ എടുക്കണം എന്നുള്ളത് ഞാൻ പഠിച്ചു കഴിഞ്ഞ് അപ്പോൾ ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ. എൻ്റെ പേഷ്യൻ്റ് സഫറ ജലാലിറ്റി കൊല്ലത്തുനിന്നാണ്. സഫറ റെഡിയല്ലേ? ഹലോ, കൺസെന്റ് എടുത്തിരോ? എപ്പോ റെഡി അല്ലേ എന്നല്ല സഫ്ര, കൈ കുറച്ച് പൊക്കിക്കോട്ടെ. പിന്നെ ഇതിനിടെല്ലാം തൊട്ട് പോകും, അത് കുഴപ്പമില്ല, അതൊക്കെ പറയണം. അറിയാതെ അല്ലടാ മൈര, അറിഞ്ഞോണ്ടല്ലോ തൊടേ. ഞാൻ ഈ ഹോസ്പിറ്റലിൽ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് കറക്റ്റായിട്ട് കയ്യിന് ചുറ്റും ഫിറ്റാക്കി വെക്കുക എന്നുള്ളതാണ്. അതിനുശേഷം 2 ഫിംഗർ ഇൻസേർട്ട് ചെയ്യാനുള്ള സ്പേസ് കറക്റ്റായിട്ട് ഉണ്ടോ നോക്കണം. അതിനുശേഷം നമ്മൾ റേഡിയൽ ആർട്ടറിയുടെ പൾസ് എടുക്കണം. അതാണ് ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. സഫറൊക്കെ 100-ൽ 100 മാർക്ക് ഇട്ടിരുന്നത്. അയ്യോ, 0 സഫറ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്റ്റെതസ്കോപ്പ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെത്ത് എടുത്തിട്ട് നമ്മുടെ ആൻറ്റി ക്യൂബിറ്റൽ ഫോസയിലുള്ള ടെൻഡൻ്റെ മീഡിയൽ സൈഡിലായിട്ട് ഫിക്സ് ചെയ്യണം. ഇതുപോലെ. അപ്പോൾ നമുക്ക് നേരത്തെ
റേഡിയോലായിട്ട് വെച്ച് നോക്കിയപ്പോൾ കിട്ടിയത് 110 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്ലസ് 30 ആഡ് ചെയ്യണം. അപ്പോൾ 140 ഇനി നമ്മള് സിസ്റ്റോളിക്ക് നോക്കേണ്ടത്. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ സഫറിൻ്റെ ഇതിന് ശേഷം ഉണ്ടോ സഫറിൻ്റെ കൈ ബമ്പായി വരുന്നത് കാണാൻ പറ്റും. ഇനി നമ്മൾ മെല്ലെ ഇങ്ങനെ കുറച്ച് കൊടുക്കുക എല്ലാം. അപ്പം അങ്ങനെ ഫസ്റ്റത്തെ അങ്ങനെ അസുഖലഭമായി പാളിപ്പോയിരിക്കുകയാണ്, ഇറക്കിയിട്ടില്ല. അപ്പം നമ്മൾ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ കിട്ടിയ പോലെയാണ്. ഓക്കെ ഡയസ്റ്റോളിക് പ്രഷർ 110 താങ്ക് യു ഒക്കെ പറ. ഡയസ്റ്റോളിക് പ്രഷർ നമുക്ക് കിട്ടിയത് 70 ആണ്. അപ്പോൾ 60 എബോവ് ആയാൽ നോർമലാണ്. അതുപോലെ തന്നെ നമുക്ക് സിസ്റ്റോളിക് പ്രഷർ കിട്ടിയത് 110 ആണ്. 120യുടെ ബിലോ ആയതുകൊണ്ട് തന്നെ അതും ഓക്കെയാണ്. അപ്പോൾ സഫർ നോർമൽ പേഷ്യൻ്റ്. നോർമൽ പേഷ്യന്റ്. അയ്യോ ഈ മൈക്രോബയോളജി ലാബിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് വെനിപങ്ക്ചർ ചെയ്യാൻ പഠിച്ചത്. ആദ്യം തന്നെ ഡോക്ടർ വന്നിട്ട് ഈ ബ്ലഡ് എക്സ്ട്രാക്ഷൻ്റെ പർപ്പസ് എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലെക്ചർ എടുത്തു തന്നു. പിന്നീട് ഡോക്ടർ ഡയറക്റ്റ് ആയിട്ട് ബ്ലഡ് എക്സ്ട്രാക്ഷൻ ചെയ്തിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ആദ്യം തന്നെ ഈ ടോർണിക്കറ്റ്, അതായത് ഈ പച്ച സാധനം എങ്ങനെ കെട്ടണം, എവിടെ കെട്ടണം എന്ന് പറഞ്ഞു തന്നെ. പിന്നെ നമുക്ക് വെയിൻ എങ്ങനെ പാൽപ്പേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു തന്നെ. അതുപോലെ തന്നെ ടെൻഡന് വെയിൻ്റെ തൊട്ടടുത്തുണ്ടാവും, അതുകൊണ്ട് യു മസ്റ്റ് കെയർഫുൾ എന്നും ആൾ പറഞ്ഞു. അടുത്ത സ്റ്റെപ്പായിട്ട് പറയുന്നത് എങ്ങനെ ഡിസ്ഇൻഫെക്ട് ചെയ്യണം, സിറിഞ്ച് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് എന്നൊക്കെയാണ്. അങ്ങനെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ബ്ലഡ് എക്സ്ട്രാക്ട് ചെയ്തതിനു ശേഷം സിറിഞ്ച് പുറത്തെടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, പിന്നെ പുറത്തെടുത്തതിന് ശേഷം ബ്ലഡ് എവിടെ സ്റ്റോർ ചെയ്യണം, എങ്ങനെ സ്റ്റോർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തന്നെ. ഗൈസ്, നമ്മൾ ആദ്യമായിട്ട് വെനിപങ്ക്ചർ ചെയ്യാൻ പോവാണ്. എൻ്റെ ആദ്യത്തെ പേഷ്യൻ്റ് ആവാനുള്ള ഭാഗ്യം കിട്ടിയത് ആർക്കും അറിയോ, സാധനമാണ്. അപ്പോൾ സാധനം ഞാൻ എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം ഫസ്റ്റ് ടൈം ആയതുകൊണ്ടേ എനിക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അറിയാമെങ്കിലും എനിക്കറിയാമായിരുന്നു എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവും എന്നുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായാലും നല്ലതായിരുന്നു, കാരണം ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് തീരെ വാങ്ങിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ എക്സ്ട്രാക്ഷൻ തുടങ്ങി, എല്ലാതും കറക്റ്റായി പോയി, എല്ലാം കറക്റ്റായി പോയി. പക്ഷെ അവസാനമായപ്പോൾ എൻ്റെ കൈ ഒന്ന് ബ്ലാങ്ക് ആയിപ്പോയി. കൈയല്ല, സോറി, മനസ്സൊന്ന് ബ്ലാങ്ക് ആയിപ്പോയി. ഒന്നും പറ്റില്ല. എൻ്റെ മോന്ത കണ്ട നിങ്ങൾ വിചാരിക്കും ഞാൻ ചാണകത്തിൽ ചവിട്ടി നിൽക്കുകയാണെന്ന്. പക്ഷേ എൻ്റെ മനസ്സുണ്ടല്ലോ അത്രയും കുലുങ്ങിയൊക്കെയാണ്. അതാണ് ഞാനിങ്ങനെ അനാവശ്യമായിട്ടുള്ള ഓരോ എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുന്നത്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് എല്ലാം ഞാൻ മറന്നു ഈ ടെൻഷൻ കാരണം. അതൊരു ചെറിയ മിസ്റ്റേക്ക് ആണെങ്കിലും പക്ഷേ എനിക്കത് ഭയങ്കര വിഷമമായി. ആ ടോർണിക്കറ്റ് ഇല്ലേ, ആ ഊരിനതിന് മുമ്പ് ഞാൻ സെറിഞ്ച് വെച്ചെടുത്ത് എടുക്കാൻ പാടില്ല. ഞാനിത് ചെയ്ത മിസ്റ്റേക്ക് ഇല്ലേ, അതാണ് ടോർണിക്കറ്റ് ഊരുന്നതിന് മുമ്പാണ് ഞാൻ സിറിഞ്ച് വലിച്ചെടുത്തത്. അപ്പോൾ അങ്ങനെ എടുത്താൽ എൻ്റെ ബ്ലഡ് പ്രഷർ കൂടിയത് കാരണം പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ബ്ലഡ് സ്പില്ലോട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഈ സെയിം മിസ്റ്റേക്ക് തന്നെ നമ്മുടെ കൂടുതൽ 2 ആൾക്കാർക്ക് പറ്റും. അന്ന് ഇവളുടെ കയ്യിൽ നിന്ന് ബ്ലഡ് എടുത്ത ഇതാ കൗശലിന് പറ്റിണ്ടായിരുന്നു. കൗശൽ ഞാൻ ചോദിക്കാം, കൗശൽ, you did the same mistake, right? Yes. You taught me to do the same. അത് ഫേക്ക് ന്യൂസ്. ഓക്കെ ഓനെ മറിച്ച് അത് ഫേക്ക് ന്യൂസ്. അത് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നതല്ല, അതൊക്കെ ഓൻ ഓൾറെഡി ചെയ്തതാണ്. ഇതാ എലീസ്, അവിടെ നിൽക്കുന്ന നമ്മുടെ എലീസയും സെയിം മിസ്റ്റേക്ക് ചെയ്തായിരുന്നു. സെയിം മിസ്റ്റേക്ക് ചെയ്തില്ല ടോർണിക്കറ്റ് ഊരിനതിന് മുമ്പ്. അപ്പോൾ കൺഗ്രാജുലേഷൻ. അപ്പോൾ നമ്മൾ ഈ മിസ്റ്റേക്കിന് വരാതെ എല്ലാവരും ശ്രദ്ധിക്കണം. ഓക്കെ ഗായ്സ്, നമ്മൾ ആദ്യമായിട്ടാണ് ഇന്ന് എല്ലാവരും കൂടി വെനിപങ്ക്ചർ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ്, എൻ്റെ ഫസ്റ്റ് ടൈമാണ്. ഞാൻ എടുത്ത് കഴിഞ്ഞ് ഫസ്റ്റ് ടൈം അല്ലേ? യെസ്, ഓഫ് കോഴ്സ്. ഗൈസ്, അമൽ എടുക്കുകയാണ് അഫ്നൂൻ്റെ ബ്ലഡ്. കാണുന്നത് അമൽ ബ്ലഡ് എടുക്കുന്നു. എനിക്കിത് കാണുന്നത് പേടിയല്ല, പക്ഷേ ബ്ലഡ് ഒന്ന് വലിച്ചോ 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 വലിച്ചോ. അഫ്നൂന് പേടിയാണ് ഗൈസ്, ചോര പേടിയാ. യെസ്. എന്താണ് അഫ്നു ബ്ലഡ് എടുത്തതിനായിട്ടുള്ള നിന്റെ റിയാക്ഷൻ? എന്താണ് നിനക്ക് പറയാനുള്ളത്? എനിക്ക് വലിയ പേടി ഉണ്ടായില്ല, പക്ഷെ കുറച്ച് വാങ്ങിച്ചു, അവിടെ ഇവിടെ വാങ്ങിച്ചു. ശരിയല്ലേ? ഡോക്ടർ അമലിന് എന്താണ് പറയാനുള്ളത്? എടുത്ത പാടുണ്ടോ? ഇതുണ്ടോ? ഇത് സൂപ്പർഫിഷ്യലാണ്. ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര വേദന. ഇത് അമലിന്റെ വക ക്ലാസ് ആണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. നീ ബ്ലഡ് എടുത്തോ? അത് 2 വർഷം കിട്ടാനുള്ള
അഫ്നാന്റെ ഒരു ബ്ലഡാണ് നിങ്ങൾ കാണുന്നത്. ഇനി നമുക്ക് കുറച്ച് പരിപാടി ചെയ്യേണ്ടതുകൊണ്ട് ഇതാണ് സെൻട്രിഫ്യൂജ്, ലബോറട്ടറി സെൻട്രിഫ്യൂജ് എന്ന് പറയും. നമ്മളിപ്പോൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത ബ്ലഡിന്റെ ഓരോ ബ്ലഡ് ട്യൂബ്സും നമ്മൾ ഇതിൽ വെക്കും. അതിനുശേഷം എന്ത് ചെയ്യും, ഈ ബ്ലഡ് ട്യൂബ് ഇങ്ങനെ കടന്ന് കറങ്ങുന്നതിനുള്ളിൽ ബ്ലഡ് ഇങ്ങനെ കറങ്ങി അവസാനം നമുക്ക് പ്ലാസ്മ വേറെ, ബ്ലഡിന്റെ കമ്പോണൻസ് വേറെ ആയിട്ട് ഇങ്ങനെ വേർതിരിച്ച് കിട്ടും. ഇതാണ് ഇതിൻ്റെ ബ്ലഡ് ആണ് ഇതിലില്ലേ. ഈ ടോപ്പിൽ കാണുന്നത് പ്ലാസ്മ യെല്ലോ കളറിൽ, ഈ റെഡ് കളറിൽ കാണുന്നത് ബ്ലഡും അതിൻ്റെ എല്ലാ കമ്പോണൻസും. ഈ കാണുന്നത് പ്ലാസ്മ, ഇത് ഫുൾ ബ്ലഡ്, സെൻട്രിഫ്യൂഗ് ചെയ്ത ബ്ലഡ്. ഇപ്പൊ നമുക്ക് ചെയ്യാനുള്ള വർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ സെൻട്രിഫ്യൂഗ് ചെയ്തെടുത്ത ഈ ബ്ലഡിൽ നിന്ന് നമ്മൾ പ്ലാസ്മ മാത്രം വേർതിരിച്ചെടുക്കും. സെപ്പറേറ്റ് ചെയ്ത പ്ലാസ്മനെ സ്ലൈഡ്സ് ഉപയോഗിച്ചിട്ട് മൈക്രോസ്കോപ്പിന്റെ അണ്ടറിൽ നമ്മൾ വ്യൂ ചെയ്യും. മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ വല്ല പാരസൈറ്റ് ഉണ്ടോന്നോ അല്ലെങ്കിൽ അബ്നോർമലായിട്ട് വല്ല സെല്ല് കാണുന്നുണ്ടോന്നോ അങ്ങനെയൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഡയഗ്നോസ് ചെയ്താൽ നമുക്ക് പിന്നെ ട്രീറ്റ്മെന്റ് സെക്ഷനിലേക്ക് പോവാം. ഓക്കെ, മൈക്രോബയോളജി ലാബിലെ ഞങ്ങളുടെ നെക്സ്റ്റ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ നെയ്സൽ സ്വാബ് ടെസ്റ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ആദ്യം നമ്മുടെ ഡോക്ടർ വന്നിട്ട് ചെയ്ത് കാണിച്ചു തരും. എന്നിട്ട് നെയ്സൽ സ്വാബ് ടെസ്റ്റിന്റെ കിറ്റിലുള്ള ഓരോ പാർട്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുതരും. അതിനുശേഷമാണ് പിന്നെ നമ്മൾ സ്വന്തമായി ചെയ്യേണ്ടത്. നമ്മൾ മുമ്പ് ചെയ്ത വെനിപങ്ചർ വെച്ച് നോക്കുമ്പോൾ ഈ നെയ്സൽ സ്വാബ് ടെസ്റ്റ് വളരെ ഈസിയാണ് കേട്ടോ. ഞാനാണ് ഇവിടുത്തെ പരീക്ഷണ വസ്തു. അപ്പോൾ എൻ്റെ എക്സ്പെരിമെന്റ് നടത്താൻ പോകുന്ന സയന്റിസ്റ്റാണിത്. ഈ സ്വാബ് ടെസ്റ്റിന്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെസ്പിറേറ്ററി പാത്വേയിലുള്ള പാത്തജൻസ്, അതായത് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ വൈറസ് പോലെ അല്ലെങ്കിൽ സ്ട്രെപ് ന്യൂമോണിയ പോലെ ഉള്ള വൈറസിനെയും പാത്തജൻസിനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ മെയിൻ പർപ്പസ്. ഈ കോവിഡ് പാൻഡമിക് ഒക്കെ വന്നതിന് ശേഷമാണ് ഇതുപോലെയുള്ള PCR ടെസ്റ്റ് ഒക്കെ വളരെ കോമൺ ആയത്. എന്തായാലും നമ്മളിൽ മോസ്റ്റ് ഓഫ് ദി പീപ്പിളും ആവറേജ് 1-2 വട്ടം മിനിമം ഈ സ്വാബ് ടെസ്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. നമ്മളിപ്പോ ജിപ്നി പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് റൂട്ട് 11 എന്ന് പറഞ്ഞ ജിപ്നിയിലാണ് നമ്മുടെ ഹോസ്റ്റലിൽ പോകാറ് സാധാരണ. അപ്പോൾ ഇന്നും അതേപോലെ തന്നെ നമ്മൾ ജിപ്നിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ കുറച്ച് ആൾക്കാർ ജിപ്നിക്ക് വേണ്ടിയിട്ട് ഓടി, പക്ഷെ ജിപ്നി നിർത്തിയില്ല. എന്താ ഓല് പോയിക്കും, ജിപ്നി നിർത്തിയില്ല. ചേട്ടാ പോയിക്കോന്ന് മലയാളത്തിലാണോ പറഞ്ഞ്? ആ, നമുക്ക് ഉത്തരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ ഗായ്സ്. അങ്ങനെ ഇന്നത്തെ ഒരു ലോങ് ഡേക്ക് ശേഷം നമ്മള് ഹോസ്റ്റലിലെത്തി. കയറാൻ പോവാണ്, എൻ്റെ 3 റൂമിലേക്ക് ഞാൻ കയറാൻ പോവാണ്. മണി സൗഖ്യം മറക്കടാ. ആണ് മണി, ഇത് മണിയാണ്. കഴിഞ്ഞ വർഷം ഇതേപോലെ ഓനെ പരിചയപ്പെടുത്തിയിരുന്നു. മണി ജിമ്മിൽ പോവാൻ നോക്കാം. பாடி பில்டர் மணி எல்லாரும் சௌக்கியமா? எல்லாரும் சௌக்கியம். அஃப்னா ஒரு பெஸ்ட் விளாக்கர், உங்களுக்கு தெரியாது. இன்னும் ஃபியூச்சர் 2 இயர்ஸ் தான். 2 இயர்ஸ்ல இர்ஃபான் எல்லாத்தையும் தூக்கி அடிச்சுட்டு அவன் என்ன மிஸ்டர் பீஸ்டா, அதை விட ஹையஸ்ட். இன்னும் ஒரு 3 இயர்ஸ் தான். ഇനി 3 இயர்ஸ் வெயிட் பண்ணி பாருங்க. நீங்கெல்லாம் നീ ഇപ്പൊ ജിമ്മിൽ പോവല്ലേ? ஜிம்முக்கு போறேன். ഞാൻ പോയിക്കോ. അങ്ങനെ അങ്ങനെ എന്തായാലും ജിമ്മിലല്ല, സോറി, സ്വന്തം റൂമൊക്കെ എത്തിയിട്ട് ആ ബെഡിലോ അല്ലെങ്കിൽ ഇവിടുത്തെ കസാരയിലിരിക്കുമ്പോഴുള്ള സുഖം ഉണ്ടല്ലോ, അതൊരു വേറെ തന്നെയാണ്. അത്രയും നേരത്തെ എല്ലാ ക്ഷീണവും അങ്ങോട്ട് പോയി കിട്ടും. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സും മാറി വരാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ ഞാൻ കുളിച്ച് വരിക, ഡ്രസ്സ് മാറി ലോണ്ടറി കൊടുക്കാൻ വേണ്ടി പോയി. അതാണ് ബാഗ് കണ്ടത്. ബാഗ് ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് ലോണ്ടറി കൊടുത്ത്. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം ഇന്നത്തെ ഫുഡാണ്. നല്ല കിടിലൻ ഫുഡാണ്. ബട്ടർ ചിക്കനും ചപ്പാത്തിയാണ് എൻ്റെ കോമ്പിനേഷൻ. ഞാൻ എപ്പോഴും അതാണ് കഴിക്കാറ്. ചോറ് അധികം കഴിക്കൽ കുറവാണ്. അപ്പോൾ എനിക്ക് ബട്ടർ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമില്ലായ്മയിൽ നിന്ന് ഇഷ്ടപ്പെട്ട് വന്നു. അങ്ങനെ ഞാൻ ഇടയ്ക്ക് എത്തി നോക്കിയാൽ എന്താ അറിയുക, ആരെങ്കിലും വേറെ സ്റ്റുഡൻസൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊരു ചന്ദ്രൻ എടുക്കാൻ സൗണ്ട്. ഞാൻ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ബാക്കിയാണ് സാർ. ഓക്കെ, അങ്ങനെ ഭക്ഷണം കഴിച്ചതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അങ്ങനെ നമ്മളിനി ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ശരി, ബൈ ബൈ.